ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിക്കാർഡിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ റിക്കാർഡോയുടെ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റിക്കാർഡിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. The Ricardian theory of distribution developed by David Ricardo explained how the national income is distributed among the three main factors of production that are land, labor and capital. ദേശീയ വരുമാനം പ്രധാന പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിന് ഇടയിൽ എങ്ങനെ വിതരണം ചെയ്തിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന തിയറിയാണ് ഡിസ്ട്രിബ്യൂഷൻ തിയറിയാണ് റിക്കാർഡിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഏതൊക്കെയാണ് മെയിൻ ഫാക്ടേഴ്സ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. സോ നമുക്കറിയാം, ലാൻഡിൽ നിന്ന് നമുക്ക് റെന്റ് കിട്ടുന്നു, ലേബറിന് നമ്മൾ വേജ് കൊടുക്കുന്നു, പ്രോഫിറ്റ് ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. സോ ഇവയിലൂടെ നമുക്ക് ഇത് എങ്ങനെ വിതരണം ചെയ്തിരിക്കുന്നു എന്ന് ഈ ഒരു തിയറി പറയുന്നു. റിക്കാർഡോ എംഫസൈസ് ദ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം റാദർ ദാൻ ദ പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ വ്യക്തി വിതരണത്തിനേക്കാൾ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണ് റിക്കാർഡോ ഊന്നൽ നൽകിയിരിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ കൊണ്ടാണ് ഈ ഒരു തിയറി നിലനിൽക്കുന്നത്. അതിൽ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ പ്രിൻസിപ്പിൾ ആണ്, മറ്റേത് സർപ്ലസ് പ്രിൻസിപ്പിൾ. സോ ഈ രണ്ട് കൺസെപ്റ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മാർജിനൽ പ്രിൻസിപ്പിൾ ഈസ് ദ ലീസ്റ്റ് പ്രൊഡക്റ്റീവ് ലാൻഡ് റാദർ ദാൻ സ്റ്റിൽ ബി യൂസ്ഡ് ഫോർ കൾട്ടിവേഷൻ. മാർജിനൽ പ്രിൻസിപ്പിൾ എന്നത് ലാൻഡിനെ സൂചിപ്പിക്കുന്നതാണ്. മാർജിനൽ ലാൻഡ് എന്നത് എപ്പോഴും കൃഷി ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ ഉൽപാദനക്ഷമതയുള്ള ലാൻഡിനെ സൂചിപ്പിക്കുന്നതാണ്. സോ ഇതിൽ ഉൽപാദന ചെലവ് മാത്രം ഉൾക്കൊള്ളുന്നു. ഇറ്റ് ഏൺസ് നോ റെന്റ്. നമുക്കിതിൽ വാടക ലഭിക്കുന്നില്ല. സെറ്റ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫോർ വേജ് ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ വേജസിനും പ്രൈസിന്റെയും സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത് മാർജിനൽ ലാൻഡ് ആണ്. അടുത്ത കീ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സർപ്ലസ് അല്ലെങ്കിൽ എക്കണോമിക് റെന്റ് ആണ്. റിക്കാർഡിയൻ ഭാഷയിൽ സർപ്ലസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിച്ചം എന്നത് മാർജിനൽ ലാൻഡുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ഫലപുഷ്ടമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന അധികമായ പ്രൊഡക്ഷൻ ആണ്. സോ ഈ ഒരു അധിക വരുമാനത്തെയാണ് എക്കണോമിക് റെന്റ് എന്ന് പറയുന്നത്. The difference in productivity between a piece of land and the marginal land. The surplus is captured as rent by the landlord. ലാൻഡ്ലോഡ് നേരിട്ട് പ്രൊഡക്ഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ വാടക ഇനത്തിൽ അല്ലെങ്കിൽ റെന്റ് ഇനത്തിൽ കിട്ടുന്ന ഒരു പാസീവ് സർപ്ലസ് ആണിത്. ഡ്യൂ ടു നേച്ചർ ഓർ ലൊക്കേഷൻ. ഫോർ എക്സാമ്പിൾ, if fertile land produce 30 units of output and the marginal land 20 units, the rent is equivalent to 10 യൂണിറ്റ്സ്. ഒരു മാർജിനൽ ലാൻഡിൽ നിന്ന് 20 യൂണിറ്റ്സും ഫെർട്ടൈൽ ലാൻഡിൽ നിന്ന് 30 യൂണിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ റെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ആ ഒരു 30 മൈനസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 തുല്യമാണ്. ഈ ഒരു തിയറിയിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റിക്കാർഡിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇദ്ദേഹം പ്രൊപ്പോസ് ചെയ്തത്. സോ അതിൽ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ദർ ആർ ടു സെക്ടേഴ്സ്, അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. സോ അഗ്രികൾച്ചറിലെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ബേസിക് ഫുഡ് ഐറ്റംസ് ആണ്, മെയിൻലി കോണാണ്. സോ ഇത് അതിജീവനത്തിന് അത്യാവശ്യമാണ്. ഇനി ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി കോൺ എന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ്. അതായത് ഇവിടെ തൊഴിലാളികൾക്ക് ധാന്യമോ അല്ലെങ്കിൽ അതിന് തുല്യമോ ആയിട്ടുള്ള പണമാണ് ഇവിടെ വേതനമായിട്ട് അല്ലെങ്കിൽ വേജ് ആയിട്ട് നൽകുന്നത്. അടുത്ത അസംഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് സപ്ലൈ ഓഫ് ലാൻഡ് ആണ്. ഇറ്റ്സ് ഡിമിനിഷിങ് റിട്ടേൺസ് ഓൺ ലാൻഡ് യൂസേജ്. നമുക്കറിയാം, ഭൂമി എന്നത് കൂട്ടാനോ കുറക്കാനോ സാധ്യമല്ല. ലാൻഡ് ലിമിറ്റഡ് ആണ്. ഒരേ ലാൻഡിൽ കൂടുതൽ ധാന്യങ്ങളും അല്ലെങ്കിൽ ക്യാപിറ്റലും അപ്ലൈ ചെയ്താൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. സോ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. നമ്മൾ ഓൾറെഡി ഡിമിനിഷിങ് റിട്ടേൺസിന്റെ ക്ലാസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മുന്നത്തെ വീഡിയോസിൽ നമ്മൾ ഒരു ടോപ്പിക്കായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അതും കൂടെ കാണാൻ ശ്രമിക്കണം. അടുത്തത് മാൽത്തൂഷ്യൻ പോപ്പുലേഷൻ ലോ ആണ്. ഈ ഒരു മാൽത്തൂഷ്യൻ പോപ്പുലേഷൻ ലോ വെച്ചിട്ടാണ് ഈ ഒരു തിയറി റിക്കാർഡോ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു റിസൾട്ട് പറയുന്നത്, ഈ ഒരു തിയറിയുടെ റിസൾട്ട് ഈ ഒരു മാൽത്തൂഷ്യൻ പോപ്പുലേഷൻ ലോയിനെ, ഈ ഒരു അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഈ ഫസ്റ്റ് നമുക്കിവിടെ മാൽത്തൂഷ്യൻ ലോ പറയുന്നത് എന്താണെന്ന് നോക്കാം.
വേജ് എപ്പോഴും ഒരു സബ്സ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ ഉപജീവന നിലവാരം നിലനിർത്തുന്നു. ദാറ്റ് മീൻ സബ്സ്റ്റൻസ് ലെവല് വേജിൽ നിന്ന് കൂടിയാൽ പോപ്പുലേഷൻ കൂടുകയും സബ്സ്റ്റൻസ് ലെവല് വേജിൽ നിന്ന് കുറഞ്ഞാൽ പോപ്പുലേഷൻ കുറയുകയും ചെയ്യും. എങ്ങനെയാണെന്ന് നോക്കാം. വേജ് എപ്പോഴും സബ്സ്റ്റൻസ് ലെവലിൽ നിന്ന് ഉയർന്നാൽ അവിടെ പോപ്പുലേഷൻ കൂടുന്നു. അപ്പോൾ ലേബർ സപ്ലൈ അവിടെ കൂടുന്നു. അങ്ങനെ വേതനം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇനി വേജ് സബ്സ്റ്റൻസ് ലെവലിന് താഴെയാണെങ്കിലോ അവിടെ ജനസംഖ്യ കുറയും. അങ്ങനെ തൊഴിൽ വിതരണം കുറയും. ആൾക്കാർക്ക് ജനസംഖ്യ കുറയുന്നതുകൊണ്ട് തന്നെ തൊഴിൽ ചെയ്യാനായിട്ട് ആളെ കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? വേതനം കൂടും. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും വേതനം എന്ത് ചെയ്യുന്നു? എല്ലായ്പ്പോഴും സബ്സ്റ്റൻസ് ലെവലിലേക്ക് മടങ്ങുന്നു. സബ്സ്റ്റൻസ് ലെവലിനോട് വേജ് എപ്പോഴും ഈക്വൽ ആയിട്ട് നിലനിൽക്കുന്നു. അടുത്ത ഒരു അസംഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഫിക്സഡ് ആൻഡ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ഓർ വേജ് ഫണ്ട്. ക്യാപിറ്റല് 2 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റലും മറ്റേത് സർക്കുലേറ്റിംഗ് ക്യാപിറ്റലും. ഉപകരണങ്ങൾ, മെഷീൻസ്, ബിൽഡിംഗ് എല്ലാം ലോങ് ലാസ്റ്റിംഗ് ആണ്. സോ അതൊരു ഫിക്സഡ് ക്യാപിറ്റലാണ്. ഇനി ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ്, വേജ് ഇതെല്ലാം സർക്കുലേറ്റിംഗ് ക്യാപിറ്റലാണ്. സോ ഈ സർക്കുലേറ്റിംഗ് ക്യാപിറ്റലായിട്ടുള്ള വേജ് ഫണ്ടിൽ നിന്നാണ് ഫണ്ടാണ് റിക്കാർഡിയോ ഫോക്കസ് ചെയ്യുന്നത്. സോ വർക്കിന് വേജ് നൽകുന്നത് ഈ ഒരു വേജ് ഫണ്ടിൽ നിന്നാണ്. വേജ് ഫണ്ടിന്റെ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു തൊഴിലിനെയും ആ ഒരു വേജ് ലെവലിനെയും എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നു. അടുത്ത അസംഷൻ, ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ യൂസ്ഡ് ഇൻ ഫിക്സഡ് പ്രൊപ്പോർഷൻ. ഇവിടെ ലേബറും ക്യാപിറ്റലും ഒരു ഫിക്സഡ് പ്രൊപ്പോർഷനിലാണ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ there is no substitution between labor and capital. സോ ഇതാണ് റിക്കാർഡിയൻ തിയറിയുടെ മെയിൻ അസംഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് റിക്കാർഡിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, റെന്റും വേജും പ്രോഫിറ്റ്. അതായത് മെയിനായിട്ട് റിക്കാർഡിയൻ തിയറി എന്താണ് പറയുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ ഫസ്റ്റ് പറയുന്നത് റെന്റ് ആണ്. ഡ്യൂ ടു ലാൻഡ് ഡിഫറൻസസ് റെന്റ് അറൈസസ് ഫ്രം വേരിയേഷൻ ഇൻ ലാൻഡ് ഫെർട്ടിലിറ്റി. ഭൂമിയുടെ ഫലപുഷ്ടത അനുസരിച്ച് നമുക്കതിൽ നിന്ന് കിട്ടുന്ന റെന്റ് എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു. അടുത്തത് എക്കണോമിക് റെന്റ് ആണ്. മോർ ഫെർട്ടൈൽ ലാൻഡ് ഈൽഡ് സർപ്ലസ് ഓവർ ദ കോസ്റ്റ്, ദാറ്റ് ഈസ് റെന്റ്. സർപ്ലസ് എന്നത് മാർജിനൽ ഭൂമിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ഫലപുഷ്ടമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു അധികമായിട്ടുള്ള വരുമാനത്തെയാണ് എക്കണോമിക് റെന്റ് എന്ന് പറയുന്നത്. അടുത്തത് റിക്കാർഡോസ് ലോ ഓഫ് റെന്റ്. Rent equal to output from a specific land minus output from marginal land that is least productive in use. നമ്മൾ ഓൾറെഡി പറഞ്ഞു റെന്റ് എന്നത് എന്താണ്? ഇവിടെ റിക്കാർഡിയൻ ലോ പ്രകാരം ആവറേജ് പ്രൊഡക്റ്റ് മൈനസ് മാർജിനൽ പ്രൊഡക്റ്റ്. ഇറ്റ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ്. നമുക്ക് ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും ആവറേജ് പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ലൈനും മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ ലൈനും. നമുക്കിവിടെ ഒരു റെന്റ് എന്ന ആ ഒരു കോളം വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ലൈൻ വരുന്നത് GF, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ്. അടുത്തത് വേജ് ആണ്. വേജ് ഫസ്റ്റ് പോയിന്റ്, ദർ ആർ സബ്സ്റ്റൻസ് ലെവൽ. Wages are fixed at the minimum level necessary for workers to survive. നമ്മൾ ഓൾറെഡി പറഞ്ഞു മാൽത്തൂഷ്യൻ തിയറിയുടെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റിക്കാർഡിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. അതിൽ പറയുന്ന ഒരു കാര്യമാണ് സബ്സ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ ഉപജീവന നിലവാരം. ആ ഒരു ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വേജ് അല്ലെങ്കിൽ ഈ ഒരു വർക്കേഴ്സ് സർവൈവ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, പോപ്പുലേഷൻ അഡ്ജസ്റ്റ്മെന്റ്. ഇഫ് വേജസ് റൈസ്, പോപ്പുലേഷൻ ഗ്രോസ്, ലേബർ സപ്ലൈ ഇൻക്രീസസ് ആൻഡ് വേജസ് ഫോൾ ബാക്ക്. എങ്ങനെയാണ്? വേജ് സബ്സ്റ്റൻസ് ലെവലിൽ നിന്ന് ഉയർന്നാൽ എന്ത് ചെയ്യുന്നു? പോപ്പുലേഷൻ കൂടുന്നു, പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നു. അപ്പോൾ ലേബറിന്റെ സപ്ലൈ കൂടുന്നു, അങ്ങനെ വേതനം കുറയുന്നു, വേജ് ഫോൾ ബാക്ക് ചെയ്യുന്നു. ഇഫ് വേജസ് ഫോൾ ബാക്ക്, പോപ്പുലേഷൻ ഡിക്ലൈൻസ്, ലേബർ സപ്ലൈ റെഡ്യൂസ്, വേജസ് റൈസ് എഗെയിൻ.
വേജസ് സബ്സ്റ്റൻസ് ലെവലിൽ നിന്ന് താഴെയാണെങ്കിൽ ജനസംഖ്യ കൂടുന്നു, തൊഴിൽ വിതരണം കൂടുന്നു, അങ്ങനെ വേതനം കൂടുന്നു. അതുകൊണ്ട് തന്നെ വേജ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സബ്സ്റ്റൻസ് ലെവലിനോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഒരു ഫിക്സഡ് മിനിമം ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ വർക്കേഴ്സിന് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റിക്കാർഡോ എന്താണ് പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കാം. പ്രോഫിറ്റ് ഈസ് റെസിഡ്വൽ ഇൻകം വേർ പ്രോഫിറ്റ് ഈക്വൽ ടു വാട്ട്സ് ലെഫ്റ്റ് ആഫ്റ്റർ പേയിങ് വേജസ് ആൻഡ് റെന്റ്. വേജും റെന്റും നൽകി കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്നത് എന്താണോ അതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എഫക്റ്റ് ഓഫ് റൈസിംഗ് വേജസ്. ആസ് വേജസ് ഇൻക്രീസസ് ഡ്യൂ ടു പോപ്പുലേഷൻ ഗ്രോത്ത്, പ്രോഫിറ്റ് ഫോൾസ്. പോപ്പുലേഷൻ കാരണം വേതനം വർദ്ധിക്കുന്നതനുസരിച്ച് ലാഭം എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അടുത്തത് സ്റ്റേഷനറി സ്റ്റേജ് ആണ്. ഇവൻച്വലി ഫാളിംഗ് പ്രോഫിറ്റ്, ഹാഫ് ഇൻവെസ്റ്റ്മെന്റ്, നോ എക്കണോമിക് ഗ്രോത്ത്, ദാറ്റ് ഈസ് സ്റ്റേഷനറി എക്കണോമി. ഒടുവിൽ ലാഭം കുറയുന്നത് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റിനെ തടയുന്നു. അങ്ങനെ സാമ്പത്തിക വളർച്ച ഇല്ലാതെയാവുന്നു. അങ്ങനെ ഒരു സ്റ്റേഷനറി എക്കണോമി അവിടെ നിലവിൽ വരുന്നു. ഇതാണ് റിക്കാർഡിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണ് നാഷണൽ ഇൻകം, വേജ്, റെന്റും പ്രോഫിറ്റ് ഇവ എങ്ങനെ വിതരണം ചെയ്തിരിക്കുന്നു എന്നതിനെ കുറിച്ച് പറയുന്നതാണ് റിക്കാർഡിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഈ ഒരു തിയറിയിൽ ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായി. അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, ടു ഫോക്കസ്ഡ് ഓൺ സബ്സ്റ്റൻസ് വേജസ് ഇഗ്നോറിങ് റൈസിംഗ് ലിവിങ് സ്റ്റാൻഡേർഡ്. വർദ്ധിച്ചു വരുന്ന ഒരു ലിവിങ് സ്റ്റാൻഡേർഡിനെ അവഗണിച്ച് മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്ന എന്താണ്, സബ്സ്റ്റൻസ് വേജ്, അതിനെ മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് അതിലൊരു ഫസ്റ്റ് ക്രിറ്റിസിസം. സെക്കൻഡ് ക്രിറ്റിസിസം, ഇഗ്നോർ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജിക്കൽ പ്രോസസ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിയെയും അദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്തില്ല. അതെല്ലാം പൂർണ്ണമായിട്ട് അവഗണിച്ചു. അടുത്ത ക്രിറ്റിസിസം പോയിന്റ്, അസ്യൂംസ് ക്യാപിറ്റൽ ആൻഡ് ലേബർ പ്രൊപ്പോർഷൻ ആർ ഫിക്സഡ് വിച്ച് ഈസ് നോട്ട് ട്രൂ ഇൻ മോഡേൺ എക്കണോമിയിൽ. ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫിക്സഡ് ആണ്. അദ്ദേഹം ഫിക്സഡ് ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു പുതിയ ഒരു മോഡേൺ എക്കണോമിയിൽ അത് ട്രൂ അല്ല, അത് ശരിയല്ല. റിക്കാർഡിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിന്റെ റിവാർഡായിട്ടുള്ള പ്രോഫിറ്റ്, വേജ്, റെന്റ് എന്നിവ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഫാക്ടേഴ്സും അതിൻ്റെ അസംഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഈ വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.